എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടി പാലവുമായി ബന്ധപ്പെട്ട് ഒരു 10-20 ദിവസമായിട്ട് വലിയ വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത്. ചാലക്കുടി പാലം ഗുരുതരമായിട്ടുള്ള ഒരു അപകടാവസ്ഥയിലാണ്. ചാലക്കുടി പാലത്തിന് വലിയ അപകടം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ പലതരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റുമായി അതിൻ്റെ അധികാരികളുമായിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് 6 മാസത്തിലൊരിക്കൽ നടത്തുന്ന ഒരു പരിശോധനയിലാണ് ഈ ബെയറിംഗുമായി ബന്ധപ്പെട്ട പ്രോബ്ലം കണ്ടെത്തിയത്. അപ്പോൾ ഇതുമായി നമുക്ക് ഈ ബെയറിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ പാലത്തിൻ്റെ മെയിൻ സ്ലാബ് പോയതിനും ഈ സ്പാനുമായി ബന്ധപ്പെടുന്നതിൻ്റെ ഇടയിൽ ഒരു ഈ മുകളിൽ നിന്നുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി ഒരു സംവിധാനമാണ് ഈ ബെയറിംഗ്. തീർച്ചയായിട്ടും ഈ ബെയറിംഗിൻ്റെ ഇതിൽ വന്ന ചില പ്രശ്നങ്ങളാണ് പരിഹരിക്കാൻ വേണ്ടി ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ബെയറിംഗിൻ്റെ കേടുപാടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്. GIPL ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. നോർമലി ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് തെക്കോട്ട് നിന്ന് വരുന്ന റോഡിൻ്റെ മീഡിയനൊക്കെ മാറ്റി അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം കഴിഞ്ഞു. ഇനി ചാലക്കുടിയിലെ പോലീസ് സംവിധാനങ്ങൾ കൃത്യമായി തന്നെ കളക്ടറോട് ഇത് ബന്ധപ്പെട്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്ത് പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കാനായിട്ടുള്ളൊരു ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ നമ്മൾ കേട്ടത് ചാലക്കുടി പെരുന്നാളിന് ശേഷം ഇത് അടയ്ക്കും. അതിനുശേഷം വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണമ്പുഴ ഉത്സവം കഴിഞ്ഞിട്ട് ഇത് അടച്ച് നിർമ്മാണം ആരംഭിക്കുന്നതായി. പക്ഷേ ഇപ്പോഴും ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. 25-ാം തീയതി അടയ്ക്കുമെന്ന് പറയുന്ന പാലം അടച്ച് ഇതിൻ്റെ ബെയറിംഗ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതിന് സമയം ത്തിൽ മാറ്റം വന്നു. സ്വാഭാവികമായിട്ടും കളക്ടറോട് ഈ വിഷയം JPL ഇത് ബ്ലോക്ക് ചെയ്ത് ആവശ്യപ്പെടാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല. ഇതെന്നാണ് അടയ്ക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് NHAയുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഒരു തീരുമാനം വന്നിട്ടില്ല. ഇപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഈ വരുന്ന തിങ്കൾ ചൊവ്വ ആയിട്ട് എന്നാണ് ഈ പാലം ബ്ലോക്ക് ചെയ്ത് ഈ പാലം അടച്ച് പാലത്തിന്റെ അവിടെയുള്ള ബെയറിംഗുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അത് തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നാണ് ഇത് ആരംഭിക്കുക, പാലം അവിടെ ബ്ലോക്ക് ചെയ്ത് പ്രവർത്തനങ്ങൾ ആരംഭിക്കുക എന്നുള്ളതിന്റെ ഒരു ഡേറ്റ് കൺഫേം ആവുന്നത് തിങ്കൾ ചൊവ്വ എന്നീ തീയതികളിലൂടെ ആയിരിക്കും. തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ചയായിട്ട് ഇതിനൊരു തീരുമാനം വരുമെന്നാണ് അറിയാൻ സാധിച്ചത്. എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നമ്മുടെ കാലാവസ്ഥയിൽ വന്നൊരു മാറ്റം നമ്മൾ കാണാതെ പോകരുത്. സ്വാഭാവികമായിട്ടും SLC പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചാലക്കുടിയിലെ ക്രാക്ട് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉയർത്തിയ സംഗതികൾ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, അടിപ്പാത നിർമ്മാണം ഒരു വശത്ത് നടക്കുന്നു. ഇവിടെ അത്ര ബ്ലോക്ക് വരാതെ ഉള്ള രീതികൾ ക്രമീകരിച്ചിട്ടുണ്ട് GIPL, ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് ഇതിന്റെ പ്രവർത്തനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ള സംഘം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥയിൽ വരുന്ന മാറ്റം, ഒരു വലിയ മഴയോ മറ്റു സംഗതികളോ പെട്ടെന്ന് വരികയാണെങ്കിൽ 1 മാസം സമയമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട 1 മാസത്തിൽ താഴെ തന്നെ ഇതിന്റെ വർക്കുകൾ ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ള കമ്പനി JPL പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു വലിയ മഴയോ മറ്റു സംഗതികളോ വരികയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള സംഗതികൾ നിൽക്കില്ല. ബ്ലോക്ക് ഒരുപാട് മുരുമുരായാലും കൊരട്ടിയായാലും ചിറങ്ങരയായാലും ഒക്കെ വരാം. നമുക്ക് മഴയുള്ള സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിന്റെ ബ്ലോക്ക് വരുന്ന സംഗതി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനായിട്ടുള്ള ഒരു തീയതി ഉടനെ നിശ്ചയിക്കണമെന്നാണ് ഹൈവേ അതോറിറ്റിയോടുകൂടി പ്രത്യേകം പറയാനുള്ളത്. അതിന്റെ ഉദ്യോഗസ്ഥന്മാർ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്ത് ഇതിന്റെ അടിയന്തരമായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായിട്ടുള്ള ഈ ബെയറിംഗുമായി ബന്ധപ്പെട്ട് പാലത്തിന്റെ ബെയറിംഗിലെ അറ്റകുറ്റപ്പണികൾ ഉടനെ തന്നെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാണ് പറയാനുള്ളത്. തിങ്കൾ ചൊവ്വയായിട്ട് ഇതിന്റെ ഡേറ്റ് തീരുമാനിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അത്ര ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വലിയ പ്രശ്നം, പാലം ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ പല വാർത്തകളും കാണുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇതിന്റെ സ്പാനുകൾ 36ഓളം വരുന്ന ഇതിന്റെ സ്പാനുകളിൽ വരുന്ന ഞാൻ ഈ പറഞ്ഞ ഈ മെയിൻ സ്ലാബും അതുപോലെ തന്നെ സ്പാനും തമ്മിലുള്ള ഇതിന്റെ ഇടയിൽ വരുന്ന സ്പ്രിംഗ് പോലെയുള്ള ഭാഗം, അതാണ് ഈ ബെയറിംഗ് എന്ന് പറയുന്നത്. ആ ബെയറിംഗുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ 1 മാസമാണ് ചോദിച്ചിട്ടുള്ളത്. മിക്കവാറും അതിന്റെ താഴെയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീരുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിന്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടട്ടെ. തിങ്കൾ ചൊവ്വയായിട്ട് ഇതിന്റെ ഡേറ്റ് തീരുമാനിക്കപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.